ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ എൻ്റെ പോസ്റ്റ് പാർട്ടം ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വെൽക്കം ടു ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അത് തന്നെ ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ കോലം കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത്. നനഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ടോപ്പിക് എന്ത് പോസ്റ്റ് പാർട്ടം ഹെയർ കെയർ റുട്ടീൻ, അതായത് എൻ്റെ പോസ്റ്റ് പാർട്ടം ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ എൻ്റെ ഡെലിവറി നവംബറിലാണ് കഴിഞ്ഞ്. ഡെലിവറിക്ക് മുന്നേ, അതായത് പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഹെയർ ഫോളൊക്കെ ഫുൾ ആയിട്ട്, അതായത് ഒരു മുടി പോലും കൊഴിയാത്ത രീതിയിൽ സ്റ്റോപ്പ് ആയതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ ഫോളൊന്നും ഇനി ഉണ്ടാവത്തില്ലെന്ന്. പക്ഷേ ഡെലിവറിക്ക് ശേഷം പതുക്കെ പതുക്കെ നല്ല രീതിയിൽ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടായി. നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതി പിടിപിടിയായിട്ട് ഇങ്ങനെ ഊരി ഊരി വരുമായിരുന്നു. അപ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരാളും കൂടെ വന്നു, ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാൻഡ്രഫും അതിൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഡാൻഡ്രഫും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു. അപ്പം ഇതിന് എന്തോ കാരണം, നീ വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണോ? എനിക്ക് ഓൾറെഡി തൈറോയ്ഡ് ഉള്ള ഒരാളാണ്. അപ്പോൾ തൈറോയിഡ് ഇഷ്യൂ കൊണ്ടാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാലും ആദ്യം ഡോക്ടറെ കാണാമെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ പുള്ളി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, എന്തെങ്കിലും തൈറോയിഡോ അയൺ കാൽഷ്യം എന്തെങ്കിലും ഡെഫിഷ്യൻസി ആണോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഡാൻഡ്രഫിനൊരു ഷാമ്പൂവും തന്നു. ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് എനിക്ക് തൈറോയ്ഡ് TSH ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായിരുന്നു. അപ്പോൾ TSH നല്ല ഹൈ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് മേടിച്ച് ഞാൻ ആദ്യം. പിന്നെ അതിനുശേഷം ഈ ഡാൻഡ്രഫ് ഒരു രീതിയിലും കൺട്രോൾ ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ എനിക്കൊരു ഷാമ്പു തന്നത്, അത് ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊരു കുറവ് വന്നെങ്കിലും, പക്ഷെ ആ ഷാമ്പു എനിക്ക് അങ്ങോട്ട്, അതായത് ഒരുപാട് പതയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇത് ജസ്റ്റ് തേച്ച് വെച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുമായിരുന്നു ചെയ്യുന്നത്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇതായിട്ടും തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ലാസ്റ്റ് എനിക്ക് സഹി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള റേറ്റ് ഒക്കെ വിളിച്ച് ചോദിച്ച്, അപ്പം നെക്സ്റ്റ് മന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിക്സ് ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേനും അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഡാൻഡ്രഫ് ഒന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ എൻ്റെ ഞാൻ അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ ഓയിലും ജസ്റ്റ് ഒന്ന് മാറ്റി പുതിയൊരു ബ്രാൻഡിൻ്റെ ഹെയർ ഓയിൽ ഞാൻ പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഷാമ്പൂവും കണ്ടീഷണർ, ഞാൻ മറ്റേ നമ്മുടെ പ്ലമ്മിൻ്റെ കോക്കനട്ട് ഷാമ്പൂ ഉണ്ടല്ലോ, ആ വേരിയൻറ്റ്, അതായിരുന്നു യൂസ് ചെയ്യുന്നത്. അതും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവും മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവും കണ്ടീഷണറും പർച്ചേസ് ചെയ്തു. അപ്പം ഇതാണ് ഞാൻ ഇത്രയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഈ 3 പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു ഹെയർ കെയർ റുട്ടീൻ പോലെ 2 ആഴ്ച ഞാൻ കണ്ടിന്യൂസ് ഒരു ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത്. അപ്പോഴത്തേനും തന്നെ നല്ല രീതിയിൽ ഡാൻഡ്രഫ് എനിക്ക് കൺട്രോളായി. ഡാൻഡ്രഫും കൺട്രോളായി, മുടി കൊഴിച്ചിൽ കൺട്രോളായി. അപ്പോഴത്തേനും പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ കൺട്രോൾ ചെയ്ത് ഇത് തന്നെ അങ്ങ് തുടർന്ന് പോകാം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക മീൻസ് നമ്മൾ കുറച്ചൊന്നുമല്ല, നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് എങ്കിലും അല്ലെങ്കിൽ പോലും ഒരു മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കണം. കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വെള്ളം നമുക്ക് വേണം. അത് മുടിയുടെ ആയാലും മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തിനായാലും വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫുഡിൽ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ വിറ്റാമിൻ ഒക്കെ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ മുടി തോർത്തുന്ന ടവല് ഒക്കെ ഒരു 1-2 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. കാരണം നമുക്ക് അത്രയും സിവിയർ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട്. യൂസ് ചെയ്ത പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മ എനിക്ക് കാച്ചി തന്ന വെളിച്ചെണ്ണ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ എന്ന് പറയുന്നത് അമ്മ എനിക്ക് പ്രിപ്പയർ ചെയ്ത് കാച്ചി തന്ന ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, എന്നാലും ഇടയ്ക്കൊക്കെ അതും യൂസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഭൂമിക വേദിക്സ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ അറിയത്തില്ല. ഈ ഭൂമിക വേദിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഹെയർ ഓയിലാണ്, ഹെർബൽ ഹെയർ ഓയിലാണ് ഞാനിപ്പം കറന്റ് ഒരു 2 ആഴ്ച കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മ കാച്ചി തന്ന എണ്ണയും യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലുകൾ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു 20 മിനിറ്റ് മുന്നേ ഈ ഓയിൽ തേച്ച് ജസ്റ്റ് റെസ്റ്റ് ചെയ്യും.
മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നല്ല രീതിയിൽ ഈ ഓയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ചെയ്യുന്ന റൂട്ടീൻ. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറും ഇത് രണ്ടുമാണ് കേട്ടോ. പക്ഷെ ഈ ഷാമ്പൂവിനെ പറ്റി അധികം ആരും ഇന്റർനെറ്റ് മീൻസ് ആരും ഇന്റർനെറ്റിലൊന്നും പറഞ്ഞ് കണ്ടില്ല. കാരണം എല്ലാവരും നമ്മുടെ ബെയർ അനാട്ടമിയുടെ ഷാമ്പൂ ആണ് കൂടുതലും ഇൻഫ്ലുവൻസറൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിനെപ്പറ്റി ആരും പറയുന്നുണ്ടില്ല. പക്ഷെ ഇത് ജസ്റ്റ് ഞാനൊന്ന് എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മേടിച്ചതാണ്. ഞാൻ എൻ്റെ 200 ml ബോട്ടിലാണ് മേടിച്ചത്. അപ്പം ഇത് രണ്ടും നല്ല അടിപൊളി ഷാമ്പൂ കണ്ടീഷണർ. കാരണം ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസ് ഇല്ല. സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അപ്പം ഇത് അതുപോലെ തന്നെ ഭയങ്കര മൈൽഡാണ്. നമ്മൾ ഹെയർ വാഷ് ചെയ്താലും ഹെയർ ഒരുപാട് ഡ്രൈ ഒന്നും ആക്കത്തില്ല. സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കും. ഈ കണ്ടീഷണർ വന്നിട്ട് സ്കാൽപ്പ് കണ്ടീഷണർ ആണ്. അതായത് ഈ ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണർ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വാഷ് ചെയ്ത് കളയണം. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി ഷാമ്പു ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ഡാൻഡ്രഫ് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഷാമ്പു ആൻഡ് കണ്ടീഷണർ. അധികം ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വേണേൽ നമുക്ക് അണ്ടർ റേറ്റഡ് ജം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ അടിപൊളി ഷാമ്പു ആണ്. എന്തായാലും അങ്ങനത്തെ ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ 200 ml ബോട്ടിലാണ് മേടിച്ചത്. ഇനിയിപ്പോൾ ഇത് തീരുമ്പോഴത്തേനും ഞാൻ വലിയത് മേടിക്കും. അത് എനിക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വലുത് മേടിക്കും. അപ്പം ഇത് മൂന്നുമാണ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. അതായത് ഈ ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഹെയർ ഫോളും ഡാൻഡ്രഫും ഹെയർ ഫോളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആൻഡ് കണ്ടീഷണർ പ്ലസ് ഹെയർ ഓയിൽ. അപ്പം ഈ 3 സാധനങ്ങളും ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ആഴ്ച 2 പ്രാവശ്യം ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യും. എന്നിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യും. ഇതാണ് ആഴ്ച 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ, ഹെയർ വാഷ്. അല്ലാതെ ഡെയിലി ഞാൻ നമ്മുടെ നോർമൽ സാധാ വെള്ളം വെച്ചിട്ട് ഹെയർ ജസ്റ്റ് കഴുകാറുണ്ട്. അങ്ങനെ തല നനച്ച് കുളിക്കും എന്ന് പറയില്ലേ, അത് ഞാൻ എന്നും തല നനച്ച് കുളിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ഒരു ദിവസം പോലും തല നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത്രയും തല പൊക്കാൻ പറ്റാത്ത പനിയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ, അതും റെയർ ആയിട്ടാണ് ഞാൻ തല കഴുകാത്തത്. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ തല നമ്മളെ നോർമൽ വെള്ളം വെച്ച് കഴുകാറുണ്ട്. പക്ഷെ കഴുകാൻ പാടില്ല എന്ന് പലരും പറയെങ്കിലും പക്ഷെ എനിക്കങ്ങനെ ഒരു ദിവസം പോലും തല നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു വിമ്മിഷ്ടമാണ് തല കഴുകിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്നും തല സാധാ വെള്ളം വെച്ച് കഴുകും. ഷാമ്പുവും കണ്ടീഷണറും ഓയിലും ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഫോളും, അതായത് എൻ്റെ പോസ്റ്റ് പാർട്ടം ഹെയർ ഫോളും ഹെയർ ഡാൻഡ്രഫ് ഇഷ്യൂ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ ഇതുപോലെ ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ അതായത് ഹെയർ ഫോളും ഡാൻഡ്രഫും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ മുടി ഇത്രയും കൊഴിയുന്ന കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം വന്നു. കാരണം ഇത്രയും നാള്, അതായത് പ്രഗ്നൻസി ടൈമിൽ മുടിയൊന്നും കൊഴിയാതെ നല്ല കട്ടിക്ക് തിക്കായിട്ടൊക്കെ മുടി ആയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇത് പെട്ടെന്ന് കൊഴിയുന്ന കണ്ടപ്പോൾ തന്നെ ആകെ എൻ്റെ ഗ്യാസ് പോയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എന്താ ചെയ്തു, കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാന്ന് വെച്ചു. അതുപോലെ അത്യാവശ്യം വെള്ളം കുടിക്കുക, അത്യാവശ്യം നല്ല ആഹാരം കഴിക്കുക എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേനും ഒരുപാട് കുറവ് കിട്ടി കേട്ടോ. ഈ ഒരുപാട് മുടി കൊഴിയുന്നതിൽ നല്ലൊരു കുറവ് കിട്ടി. ഒട്ടും കൊഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കൊഴിയുന്നുണ്ട്. എന്നാലും ഭയങ്കര കുത്തായിട്ട് ഇങ്ങനെ ഊരി വരുന്നത് അങ്ങ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ ബൈ.